ശശി ശശി ഇയാള് കുളിക്കല്ലേ? അതെ ശിവ, 5 minutes നീ അവിടെ ഇരിക്ക്. ആ കുഴപ്പമില്ല. ഇയാള് ഏത് സോപ്പുണ്ടാ കുടിക്കുന്നേ? ലക്സ. ആ ലക്സ, അതാണല്ലേ ഈ ചർമ്മത്തിന്റെ രഹസ്യം. ഇല്ല ഞാനൊന്നും കണ്ടില്ല. നീ ഒന്ന് മാറിന്നേ. ഇതേ ഡോർ അടച്ചിട്ടില്ല. ഇപ്പൊ ഇവിടെ നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ. അപ്പൊ അടയ്ക്കേണ്ട ആവശ്യമുണ്ടോ? അച്ഛനോ? അത് ഞാൻ മീറ്റിംഗിൽ കുറച്ച് ബിസി ആയിരുന്നു അച്ഛാ. എന്താടാ രാത്രിയിൽ മീറ്റിംഗ്? എന്താടാ രാത്രിയിൽ മീറ്റിംഗ് മധ്യ ഉണ്ടായിരുന്നു? എന്റെ അച്ഛ, അത് സോഫ്റ്റ്വെയർ ഓഫീസ് അല്ലേ? ഞാനും അത് തന്നെയാ പറഞ്ഞത്. ലക്ഷക്കണക്കിന് കൈക്കൂലി കൊടുത്തല്ലേ, കോടിക്കണക്കിന് ശമ്പളം ചോദിക്ക്. എന്താ നിനക്ക് 1 കോടി രൂപ ശമ്പളം വേണോ? അതെന്റെ അച്ഛൻ. നിനക്ക് 1 കോടി രൂപ ശമ്പളം വേണം അല്ലേ? നീ പറ, എത്രയാ നിനക്ക് വേണ്ടത്? ഇതാരായി വന്നേക്കുന്നത്? ആദ്യം കറണ്ട് പോയി, ഇപ്പൊ കണ്ടില്ലേ ആരോ ബെല്ലടിക്കുന്നു. എനിക്കാകെ പേടിയാവോ. ശിവ, ഇത് നമ്മുടെ ഫ്ലാറ്റാ, ഒന്ന് പേടിക്കാതിരി. How are you, my dear? After long time. നീ എന്തടി ഒരു കോള് പോലും ചെയ്യാതെ പെട്ടെന്ന് ഇങ്ങോട്ട്? വാടി, വേഗം വാ, പോകാം. ശശി, ആരടി അവൻ? ആള് കാണാൻ ചുള്ളനാണല്ലോടി. ശിവ, മൈ ബോയ് ഫ്രണ്ട്. ശിവ, ഇത് ഷീന, എന്റെ ബെസ്റ്റി. എടി, അടിപൊളിയാണല്ലോ. ഞാനൊന്ന് കൂടിക്കോട്ടെ? കൊല്ലം പറഞ്ഞേക്കാം. അവൻ നീ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല, നല്ല കുട്ടിയാ, കണ്ടറിഞ്ഞൂടെ? വേറെന്തെങ്കിലും തരത്തിൽ സ്പെഷ്യൽ ഉണ്ടോന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഡേ, അവനെ ചുമ്മാ പേടിപ്പിക്കല്ലേ. അവൻ ഇന്ന് വന്ന് കയറിയതേ ഉള്ളൂ, അതിനിടയ്ക്ക് നീയും വന്നു. അതുകൊണ്ടാണല്ലേ എക്സൈറ്റ്മെന്റ് കുറഞ്ഞത്. നല്ല ആളാണ് കേട്ടോ. ശിവ, ഇതിനുമുമ്പ് നീ വേറെ ആരെങ്കിലായിട്ട് ഡേറ്റിങ്ങിന് പോയിട്ടുണ്ടോ? അയ്യോ, ഞാനൊന്നുമില്ല. ഷീന, എന്താടി ഇത്? ഞാനൊന്ന് കമ്പനി അടിക്കട്ടെ. എന്തുകൊണ്ടാ പോവാഞ്ഞത്? ഒരു പെണ്ണ് നിന്നെ അപ്രോച്ച് ചെയ്തില്ലേ ശിവ? അതോ അപ്രോച്ച് ചെയ്ത പെണ്ണിനെ നിനക്ക് ഇഷ്ടായില്ലേ? ഞാൻ അപ്രോച്ച് ചെയ്യുന്നതിന് മുന്നേ എനിക്കിഷ്ടപ്പെട്ട പെണ്ണ് എന്നെ വന്ന് അപ്രോച്ച് ചെയ്തു. അതിനു മുന്നേ സ്വർഗത്തിലെ കട്ടറുമ്പായി നീ വലിഞ്ഞു കയറി ഇങ്ങോട്ട് വന്നില്ലേ? എന്താ ശശി, ഇവിടെ ഭയങ്കര നിശബ്ദതയാണല്ലോ. ആ സ്പീഡ് ബ്രേക്കറിന് ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഹായ് ഗൈസ്. ഞാൻ ജയിലിൽ പോയാലും കുഴപ്പമില്ല, ഇവിടെ കൊല്ലാതെ വെറുതെ വിടാൻ പറ്റില്ല. ഹായ് ശിവ. ഹായ് ശശി. ഹായ്. ഇന്ന് രാത്രി പാർട്ടി ഉണ്ട് കേട്ടോ. ഇന്ന് രാത്രിയോടെ സ്ഥലം വിട്ടില്ലെങ്കിൽ ഞാൻ തരും നിനക്ക് പാർട്ടി. ഞാൻ തരാൻ പോകുന്നത് സെൻഡ് ഓഫ് പാർട്ടിയാണ്. ഞാൻ മനസ്സിൽ പറഞ്ഞത് നീ എങ്ങനെ കേട്ടു? മനസ്സിൽ വിചാരിച്ചെന്ന് പറഞ്ഞിട്ട് പുറത്തു പറഞ്ഞല്ലോ. പാർട്ടി കഴിഞ്ഞതും എന്നെ എയർപോർട്ടിൽ ഇറക്കി വിട്ട ഞാൻ പോയിക്കോളാം. എന്താ ആണുങ്ങൾക്ക് ഇക്കിളി ഉണ്ടാവോ?
ഇങ്ങ് വന്നേടി. ഒരുപാട് നാണിക്കുന്നവര് നന്നായി എൻജോയ് ചെയ്യുമെന്ന. എൻജോയ്. Shut up. പതിയെ ഇപ്പൊ എന്തിനാ ഇത്ര ധൃതി? എന്തെന്ന് വെച്ചാ നിനക്ക് പോവാൻ സമയമായില്ലേ? What happened? കാറ് സ്റ്റാർട്ട് ആവുന്നില്ല. വാട്ട്? ഇപ്പൊ ഞാൻ എങ്ങനെ പോകും? ക്യാബ് വന്നു. ആ ആരാ ബുക്ക് ചെയ്തേ? ഞാനാ ചെയ്ത്. ഷീന, ഹാപ്പി ജേർണി. ഓക്കെ. മിസ് യു ഷീന. മിസ് യു ലോട്ട്. ഐ കാന്റ് ലിവ് വിതൗട്ട് യു. ഇതല്പം കൂടുതലല്ലേ? മനസ്സിലായില്ലേ? അടുത്ത തവണ വരുമ്പം ഇനി കോൾ ചെയ്തിട്ട് വരണം. ബൈ. ഷീന, ഷീന, ഷീന. മതി മതി, കേറ്. എന്താ ഒന്നും ഉണ്ടാക്കില്ലേ? ഞാനെന്താ ഇവിടെ വേലക്കാരനാണോ? ചുമ്മാ ഇരിക്കുമല്ലോ ഇവിടെ. ഞാൻ അത്രയും ഭാരമായില്ലേ നിനക്ക്? ശിവ, ഓരോ ദിവസം കഴിയും തോറും നീ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക ശിവ. നീ മേലോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ? അതാ ഞാനിങ്ങനെയൊക്കെ കാണിച്ചോണ്ടിരിക്കുന്നത്. ഹലോ ശിവ, നീ എവിടെയാ? ഓ, വരാന്ന് പറഞ്ഞിരുന്നല്ലേ? ഞാൻ മറന്നുപോയി. എന്താ മറന്നുപോയെന്നോ? എനിക്കിപ്പോ വരാനൊന്നും പറ്റില്ല. നീ ഒറ്റയ്ക്കിങ് വാ. എനിക്ക് തീരെ സുഖമില്ല ശിവ, അതുകൊണ്ടാ വരാൻ പറഞ്ഞേ. എനിക്കും തീരെ സുഖമൊന്നുമില്ല. അതാണ് ഞാനിപ്പോ കുടിക്കാൻ വന്നേ. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ശശി. പ്ലീസ് ശിവ, എനിക്ക് മൂടില്ല. എനിക്ക് മൂടുണ്ട്. മനസ്സിന്റെ ആഴങ്ങളിൽ ഒരു വേദന. സരി 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 ശിവ, ലെറ്റ്സ് ബ്രേക്കപ്പ്. നീ തമാശ പറയണോ ശശി? ബെഡ്റൂമിൽ ഇങ്ങനെ അരമണിക്കൂർ നിന്റെ കൂടെ സന്തോഷമായിട്ടിരിക്കുന്നത് പോലെ ബാക്കിയുള്ള 23.5 മണിക്കൂർ എന്നെ കൊണ്ട് സന്തോഷമായിട്ടിരിക്കാൻ പറ്റില്ല. സോ ലെറ്റ്സ് ബ്രേക്കപ്പ്. പക്ഷേ എല്ലാ സൗകര്യങ്ങളുള്ളപ്പോ നമ്മുടെ കൂടെ ഉള്ളതിനേക്കാൾ ഒന്നുമില്ലാത്ത സമയത്തല്ലേ അവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവേണ്ടത്? നീ പറ. അതാണ് യഥാർത്ഥ സ്നേഹം. ഡോണ്ട് ട്രൈ ടു കൺവിൻസ് മീ. ഐ ഓൾറെഡി ടുക്ക് ദ ഡിസിഷൻ. എന്തൊക്കെയാണെങ്കിലും നീ ആത്മാർത്ഥമായിട്ട് പ്രേമിച്ചിരുന്നോ? സാറേ സാറേ, കള്ളു കുടിച്ചത് ഞാനാടാ. എന്നിട്ട് കിക്കായത് അല്ല നീയാണല്ലോ. സാറേ, സോറി സാറേ. പോടാ. ആ, അത് തന്നെ ഏട്ടാ. ഈ പാട്ട് തന്നെ ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ചത്. എന്നെ വിട്ടിട്ട് അവള് പോയി ചേട്ടാ. ഈ പെണ്ണുങ്ങളെ മനസ്സ് നമുക്ക് അറിയാൻ പറ്റില്ല ചേട്ടാ. ആ, എത്തിയാ? സൂപ്പർ സോങ് ചേട്ടാ. താങ്ക് യു സാർ. ചേട്ടനൊരു 100, ചേട്ടന്റെ പാട്ടിനൊരു 100. നിന്നാ എൻജോയ്. നിങ്ങൾ അടിപൊളിയോ സാറേ?
താരാരാരാരാരാരാരാരാ. ആ നീയോ, നീ എത്തിയോ? ഫോളിഷായിട്ട് ബിഹേവ് ചെയ്യല്ലേ ശശി. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നീ ഇങ്ങനെ പിണങ്ങിയാൽ എങ്ങനെയാ? ദിവസം ഒരു പ്രാവശ്യം നടക്കുവാണെങ്കിൽ അത് ചെറിയ കാര്യം. ഇതൊരു 10 ദിവസം നടന്നാ സഹിക്കാനാവില്ല. ഇത് ജീവിതകാലം മൊത്തം നടന്നാ? നോക്ക് ശശി, എൻ്റെ സൈഡിൽ തെറ്റില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നീ തെറ്റ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ജീവിതമായ കുറച്ചൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അത് നീയും വിചാരിക്കണം, ഞാനും വിചാരിക്കണം. എനിക്കതിന്റെ ആവശ്യമില്ല ശിവ. എനിവേസ്, ഐ ടുക്ക് എ ഡെസിഷൻ ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ടു ബി വിത്ത് യു എനിമോർ. കൊള്ളാലോ, ഈ ഒരു വർഷം കൊണ്ട് നീ മൈൻഡ് റീഡിംഗ് ഒക്കെ പഠിച്ചെടുത്തല്ലേ? എൻ്റെ മനസ്സിലുള്ളത് എന്താണോ അത് തന്നെയാണ് നീ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിനക്ക് പോണമെന്നാണെങ്കിൽ നീ പൊക്കോ. പക്ഷെ നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വരണമെങ്കിൽ നീ എൻ്റെ കൂടെയുള്ള ഫോട്ടോ ഒക്കെ അവിടെ വെച്ച്. നിന്നെക്കുറിച്ച് ഓർക്കാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഈ വീട് തന്നെ വിട്ടുപോകുന്നത്. അങ്ങനെയുള്ളപ്പോ ഞാൻ ഈ ഫോട്ടോയിൽ മാത്രം ഇരുന്നിട്ട് ഒരു കാര്യമില്ല. എൻ്റെ മനസ്സിലും ഇല്ല, എൻ്റെ ഫോണിലും ഇല്ല. നിന്നെക്കുറിച്ചുള്ള ഓരോ ഓർമ്മകളും എൻ്റെ കൂടെ ഉണ്ടാവില്ല, നിന്റെ നമ്പർ പോലും. ഐ ഹാവ് ഡെലീറ്റഡ് എവറിത്തിങ്. അതുപോലെ നീയും എല്ലാം ഡെലീറ്റ് ചെയ്തേക്ക്. ഡിലീറ്റ് ചെയ്യാം, ഞാൻ ആരാണെന്ന് കാണിച്ചതിന് ശേഷം. നോ, ഇപ്പൊ തന്നെ ചെയ്, ഇൻ ഫ്രണ്ട് ഓഫ് മീ. എന്താ, നിനക്കെന്നെ വിശ്വാസമില്ലേ? ഓ സോറി, വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ നീ ഇപ്പം എന്നെ വിട്ടിട്ട് പോവില്ലല്ലോ. എവിടാണോ ഞാൻ വെച്ചത്? കുടിച്ചപ്പോ എവിടാ ഫോൺ വെച്ചെന്ന് പോലും അറിയില്ലല്ലേ? വേഗം നോക്ക്, എനിക്ക് പോകാൻ സമയമായി. അത്രയ്ക്ക് അർജന്റ് ആണെങ്കിൽ നീ ഒന്ന് വിളിച്ചു നോക്ക്.